ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മറൈൻ ഡിസൈൻസ്. ഇന്ന് ഞാനൊരു അടിപൊളി കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ജീൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ ടോപ്പാണ്. ചൈനീസ് കോളർ വന്നിട്ട് ഫ്രണ്ടിലൊരു പടി കൊടുത്ത് നമുക്ക് ബട്ടൺസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ 2 ലെയേഴ്സ് ഗ്യാതറിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുൾ സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത്. പഫായിട്ട് സ്ലീവ്, കൈയുടെ അറ്റത്ത് ഒരു ഇലാസ്റ്റിക് ഒക്കെ കൊടുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ഒരു ട്രെൻഡിങ് മോഡലാണ് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ബിഗിനേഴ്സിന് വരെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഞാനിത് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കണ്ടു നോക്കുക. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു സാറ്റിൻ പോലത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ്. ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്ന ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇത് കസ്റ്റമർ കൊണ്ടുവന്ന് തന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് മെറ്റീരിയൽ ഞാനൊരു 2.5 മീറ്ററാണ് മെറ്റീരിയലുള്ളത്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഈ കുർത്തി ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ക്രൈപ്പിൻ്റെ മെറ്റീരിയൽ ലൈനിങ് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ യോക്ക് പോർഷനും സ്കർട്ട് പോർഷൻ്റെ ഭാഗത്തും മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയലാണ്, അതുകൊണ്ട് സ്ലീവിന് ഞാൻ ലൈനിങ് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ക്രൈപ്പിൻ്റെ മെറ്റീരിയൽ നമ്മുടെ ചെസ്റ്റ് അളവിനനുസരിച്ചുള്ള അളവ് ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ചെസ്റ്റ് അളവ് വന്നിട്ട് ഇത് 38 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ 8 ഇഞ്ച് ലൂസ് കൂട്ടി 46 വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പകുതി നമുക്ക് വട്ടം ഇട്ട് വെട്ടാൻ കിട്ടത്തില്ല. ഒരു 32 ഇഞ്ച് വരെ വണ്ണം ഉള്ളവർക്കാണ് ഇതുപോലെ നമുക്ക് കരയായിട്ട് വട്ടം ഇട്ട് വെട്ടാൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് പകരം ഞാൻ ഇതുപോലെ നീളത്തിന് തന്നെ ചെസ്റ്റ് അളവ് എടുക്കുകയാണ്. അപ്പോൾ ഒരു 23 ഇഞ്ചാണ് 46ൻ്റെ പകുതി വരുന്നത്. അതിൽ നിന്നൊരു 2-3 ഇഞ്ചോടെ പടിക്ക് എക്സ്ട്രാ വേണം. അപ്പോൾ അതോടെ കൂട്ടിയിട്ടിട്ട് ഞാൻ ലൈനിങ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ ഹാഫിൻ്റെ കൂട്ടത്തിൽ 2 ഇഞ്ചോടെ കൂട്ടിയെടുക്കുക. നമുക്ക് പടിക്ക് ഫ്രണ്ടിൽ കുറച്ച് എക്സ്ട്രാ വേണം. അങ്ങനെ കട്ട് ചെയ്തെടുത്ത തുണി ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിടുക. ഇനി ഇവിടെ നമുക്ക് യോക്ക് പോർഷൻ്റെ അളവ് കൊടുക്കണം. യോക്ക് പോർഷൻ ഇവിടെ 16 ഇഞ്ചാണ് അളവ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പോടെ കൂട്ടി 17 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഷോൾഡർ 15.5 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 7.25 അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ചെസ്റ്റ് അളവ് നമുക്ക് ബാക്ക് പീസാണ് കേട്ടോ ആദ്യമേ വെട്ടിയെടുക്കുന്നത്. ബാക്ക് വെട്ടിയെടുത്തിട്ടാണ് അത് വെച്ചിട്ടാണ് ഫ്രണ്ട് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ ചെസ്റ്റ് അളവ് 11.5 തന്നെ അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഷേപ്പിൻ്റെ വണ്ണം 10 അടയാളപ്പെടുത്തി കൊടുത്ത് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആം ഹോളും ഷോൾഡറും എല്ലാം നമ്മൾ ബാക്ക് പീസ് മാത്രം ഒറ്റയ്ക്ക് ഇട്ടിട്ടാണ് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ ബാക്ക് പീസ് വെച്ചിട്ടാണ് ഫ്രണ്ട് പീസ് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ ബാക്ക് പീസിൻ്റെ നെക്ക് വിഡ്ത്ത് ഞാൻ 2.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഒരു 3/4 ഇഞ്ച് കുഴിച്ചെടുത്തിട്ടുണ്ട്. കോളറാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു 3/4 ഇഞ്ചോളം മാത്രം കുഴിച്ച് ഷേപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിൻ്റെ സെൻറ്റർ പോർഷൻ നമുക്കൊന്ന് കട്ടിട്ട് കൊടുക്കാം. ഇനി ഈ പീസ് വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ടും ബാക്കും ആവുകൊണ്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ 2 ഇഞ്ച് ഇതുപോലെ മൊത്തത്തിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്ത് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മുടെ ബാക്ക് പീസ് വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ എന്തിനാണ് 2 ഇഞ്ച് കൂടുതൽ എടുത്തതെന്ന്. ഇനി ബാക്കി നമ്മൾ ബാക്ക് പീസ് വെച്ച് കൊടുത്തിട്ട് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കതിന് ശേഷം ഫ്രണ്ടിൻ്റെ ആം ഹോളൊന്ന് കുഴിച്ച് വെട്ടിയെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ നല്ല പീസ് ഇതുപോലെ തന്നെ നമ്മുടെ അളവ് മടക്കിയിട്ടിട്ട്, അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ അളവിൽ വേണം മടക്കിയിടാൻ. അതുപോലെ മടക്കിയിട്ടിട്ട് ഫ്രണ്ടും ബാക്കും വെച്ച് കൊടുത്ത് കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. അതിനുശേഷം ഫ്രണ്ടിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് കട്ടിട്ട് കൊടുക്കണം. നമുക്കവിടെ പടി സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് അവിടെ ഒന്ന് ഓപ്പൺ ആക്കി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ലൈനിങ് പീസ് ഇതിൻ്റെ ചള്ളുവശത്ത് വെച്ച് കൊടുത്ത് 1/4 ഇഞ്ച് വീതം തയ്യൽ തുമ്പിട്ട് ഫുള്ളായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യമായിട്ടൊക്കെ തയ്ക്കുന്നവരുണ്ടെങ്കിൽ തന്നെയല്ല ഇതൊന്ന് ഒഴുകി മാറിപ്പോകുന്ന തുണിയാണ്. അപ്പോൾ ഇങ്ങനെ തയ്ച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പടിയൊക്കെ അടിക്കുന്ന സമയത്ത് എളുപ്പമുണ്ടാവും. അപ്പം ഇതുപോലെ ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കാം. അതിന് ശേഷം നമുക്ക് നമ്മുടെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള മെറ്റീരിയലിൽ നിന്ന് നമുക്ക് സ്കർട്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രിൽസ് ഇടണം അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ സ്ലീവ് നന്നായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മെറ്റീരിയൽ ഒന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം തുണി 4ആയിട്ട് മടക്കിയിടുക. 44 ഇഞ്ച് വിട്ടുള്ള തുണിയാണ്. അപ്പോൾ അത് ഹാഫ് എടുത്ത് പിന്നെ ഒന്നുകൂടെ മടക്കുക. അപ്പോൾ 1 ഇഞ്ച് വരുമല്ലോ. നമുക്ക് ടോട്ടൽ ലെങ്ത് 22 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ 2 ഇഞ്ച് തയ്യൽ തുമ്പോടെ കൂട്ടി 24 ഇഞ്ച് എടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ 3
3 ഇഞ്ച് പഫിന് എക്സ്ട്രാ എടുത്ത് 27 ഇഞ്ച് അടയാളപ്പെടുത്തി ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ 27 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 ഇഞ്ച് നമ്മൾ എടുത്തത് പഫിന് വേണ്ടിയിട്ടാണ്. നമുക്ക് 22 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. 2 ഇഞ്ച് ഇലാസ്റ്റിക്കൊക്കെ ഇടാൻ മടക്കിടിക്കാൻ വേണ്ടി ഞാൻ എക്സ്ട്രാ എടുത്തു. പിന്നെ ഒരു 3 ഇഞ്ച് ഞാൻ പഫിന് വേണ്ടിയിട്ട് എടുത്തു. അങ്ങനെയാണ് 27 ഇഞ്ച് എടുത്തത് കേട്ടോ. അപ്പം നമ്മൾ ആ പഫിന് വേണ്ടി എടുത്ത 3 ഇഞ്ച് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അതിൻ്റെ താഴേക്ക് നമ്മൾ സാധാരണ നമ്മുടെ സ്ലീവ് എങ്ങനെയാണോ ഷേപ്പ് ചെയ്തെടുക്കുന്നത് അതുപോലെ ചെയ്തെടുക്കുക. പഫ് സ്ലീവിൻ്റെ വീഡിയോ ഇതിന് മുമ്പും ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഒറ്റയ്ക്കായിട്ട് സ്ലീവ് മാത്രമായിട്ടും ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഞാനിവിടെ നമ്മുടെ വണ്ണം ഒരു 9 ഇഞ്ചൊക്കെ കിട്ടാൻ പാകത്തിനാണ് എടുത്തത്. 11 ഇഞ്ചോളം വണ്ണം ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് എടുക്കാം. നന്നായിട്ട് പഫായിട്ട് കിടന്നോളും. കൈയുടെ അറ്റം ഇലാസ്റ്റിക് ആയതുകൊണ്ട് പഫി ആയിട്ട് നിന്നോളും, കുഴപ്പമില്ല. അപ്പോൾ സാധാ രീതിയിൽ സ്ലീവ് ഷേപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ 3 ഇഞ്ച് കൂടുതൽ പഫിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടല്ലോ, അതിലേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് കേട്ടോ പഫ് സ്ലീവ് ചെയ്യുന്നത്. അപ്പം നമുക്ക് പഫ് നന്നായിട്ട് പൊങ്ങി നിൽക്കാൻ ഇതുപോലെ 3 ഇഞ്ചിന് പകരം അത് കൂടുതൽ എടുത്താലും നല്ല പഫി ആയിട്ട് നിൽക്കും. നോർമൽ കേസിൽ ഇതുപോലെ 3 ഇഞ്ച് എടുത്താൽ മതി. പിന്നെ അടിഭാഗത്ത് 1 ഇഞ്ചൊക്കെ വണ്ണം മുകളിലത്തേനേക്കാളും കുറച്ച് ഷേപ്പ് ചെയ്തെടുക്കാം. നമുക്ക് ഇലാസ്റ്റിക് ഇടുന്നതുകൊണ്ട് അവിടെ നന്നായിട്ട് ഫ്ലെയർ വേണം കേട്ടോ. അപ്പോൾ സെൻറ്റർ കട്ടിട്ട് കൊടുത്ത് നമ്മുടെ സ്ലീവ് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ബാക്കി വരുന്ന തുണി നമുക്ക് അടിഭാഗത്തേക്ക് ഫ്രിൽസ് ഇടാൻ വേണം. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് 32 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ യോക്ക് പോർഷൻ നമ്മൾ 16 എടുത്തിട്ടുണ്ട്. ബാക്കി 16 വരുന്നതിൽ നമുക്ക് 2 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 8 8 16. അത് നമുക്ക് ഉണ്ടോയെന്ന് നോക്കണം. 8ൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി 9 ഇഞ്ച് വേണം നമുക്ക് ഏറ്റവും മുകളിലത്തെ ഫ്രിൽസ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ തികയോന്നൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് മടക്കി ഇമാജിൻ ചെയ്ത് നോക്കാം. അപ്പോൾ 9 ഇഞ്ചിൻ്റെ 2 പീസ് ഞാനിവിടെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴേക്ക് 9 ഇഞ്ച് വേണം. അതിൻ്റെ കൂട്ടത്തിൽ തയ്യൽ തുമ്പ് 1.5 ഇഞ്ച് കൂട്ടണം. കാരണം നമുക്ക് അടിഭാഗം മടക്കി അടിക്കണമല്ലോ. അപ്പോൾ 9.5 വീതമുള്ള 2 പീസ് വേണം ഒരു ഫ്രില്ലിൻ്റെ അടിയിലിടാൻ. അപ്പോൾ ടോട്ടൽ 19 ഇഞ്ച് വേണം ഫ്രണ്ടിന്. അതുപോലെ തന്നെ 19 ഇഞ്ച് വേണം ബാക്കിന്. അപ്പോൾ ഞാൻ അളന്ന് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് 19 ഇഞ്ച് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് 9.5 ഇഞ്ചിൻ്റെ 4 പീസും 9 ഇഞ്ചിൻ്റെ 2 പീസും ഈ 2.5 മീറ്റർ മെറ്റീരിയൽ ഇതുപോലെ എടുത്തു കഴിഞ്ഞാൽ ഈ മെഷർമെൻറ്റിൽ നമുക്ക് അളക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൽ കൂടുതൽ ലെങ്ത്ത് വേണമെന്നുള്ളവർ അതിനനുസരിച്ച് മെറ്റീരിയൽ കൂടുതൽ എടുക്കുക. അപ്പോൾ ഞാൻ ഈ ചെയ്ത മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ലെയറിന് വേണ്ടിയിട്ട് 2 പീസ് 9 ഇഞ്ചിൻ്റെ കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. ബാക്കി അതിൻ്റെ താഴേക്ക് വേണ്ടുന്ന ലെയർ ഞാൻ ജസ്റ്റ് അതിൻ്റെ ഇരട്ടിയാണ് എടുത്തിട്ടുള്ളൂ. 3 ഇരട്ടിയൊക്കെ എടുത്താൽ നല്ലതാണ്. പക്ഷേ ഇതുപോലത്തെ കുർത്തിക്ക് ഒരുപാട് ഫ്ലെയർ ഇല്ലാത്തതാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ അടിയിൽ 2 എണ്ണം എന്നുള്ള രീതിയിൽ ഇതുപോലെ മെറ്റീരിയൽസ് കട്ട് ചെയ്ത് എടുക്കുക. പിന്നെ നമുക്ക് നമ്മുടെ യോക്ക് പോർഷൻ എടുത്ത് വെച്ചിട്ട് യോക്ക് പോർഷൻ നമ്മൾ സെൻറ്റർ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ പടി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെ ഒരു പീസാണല്ലോ നമ്മൾ എടുത്തേക്കുന്നത്. ആ പീസ് സെൻറ്റർ പോർഷൻ കട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് സെൻറ്ററിലെ പടി ഫ്രിൽസ് എല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അറ്റ് ലാസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ കട്ടിട്ട് കൊടുത്ത് 2 സൈഡിലേക്കും വെച്ച് കൊടുക്കുക. അപ്പോൾ ഫ്രില്ലിന് വേണ്ടിയിട്ട് നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് ഫ്രില്ലിടാവുള്ളൂ. നമുക്കവിടെ പടി അടിച്ചു കൊടുക്കാനുള്ളതാണ്. അതിന് വേണ്ടി നമ്മൾ 2 ഇഞ്ച് യോക്ക് പോർഷനിൽ എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ 2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്ത് ബാക്കി വരുന്ന ഭാഗത്ത് ഫ്രിൽസ് ഇട്ട് കൊടുക്കുക. സൈഡ് വരുമ്പോഴും ഒരു 1.5 ഇഞ്ചോളം ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് ഷേപ്പ് വരുമ്പോൾ ചുളിവ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഷേപ്പ് അടിക്കുമ്പോൾ സൈഡ് ഫ്രിൽസ് ഉണ്ടെങ്കിൽ ചുളിവ് വീഴും. ഇനി നമുക്ക് ലൈനിങ് ഒറ്റ പീസായിട്ട് എടുത്താൽ മതി. അപ്പോൾ 16 ഇഞ്ച് ഉണ്ടല്ലോ, ആ 16 ഇഞ്ചിൽ 2 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അത് ലെയറായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല, ഒറ്റ പീസായിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 16 ഇഞ്ച് വീതമുള്ള 2 പീസ് ഞാനിവിടെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പീസ് സെൻറ്റർ പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് പടി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്പണിംഗ് ആണിത്. അപ്പോൾ ഇതും നമ്മൾ 2 ലെയറും ചെയ്തതിന് ശേഷം അതിൻ്റെ ഉൾഭാഗത്ത് ഒറ്റ പീസായിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എടുത്ത പീസിൻ്റെ ഒരു പീസ് നമ്മളിതുപോലെ ഫ്രിൽസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴേക്ക് 2 പീസുകൾ ജോയിൻ ചെയ്ത് കൊടുത്ത് ഫ്രിൽസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ മുകളിൽ ചെയ്ത പോലെ തന്നെ 2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്ത് 2 ഇഞ്ച് ഫ്രീ ആയിട്ട് ഇട്ടതിന് ശേഷം മാത്രമേ ഫ്രിൽസ് ഇട്ട് കൊടുക്കാവുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ലൈനിങ്ങും വെച്ച് കൊടുത്ത് ഫ്രിൽസ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ലൈനിങ് ഒറ്റ പീസാണ്.
അപ്പോൾ അങ്ങനെ നമുക്ക് ഇത് ഫുള്ളായിട്ട് പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈനിങ് നമ്മൾ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ലൈനിങ് ഒറ്റ പീസേ ഉള്ളൂ. അപ്പോൾ ലോക്ക് ചെയ്യേണ്ട പോർഷനൊക്കെ ലോക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ലൈനിങ് മടക്കി അടിച്ചതിന് ശേഷം ഈ പടിയുടെ ഭാഗത്ത് ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഒന്ന് അടിച്ചെടുക്കുക. 4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ഇതുപോലെ അടിച്ചെടുക്കുക. അപ്പോൾ ലൈനിങ് മടക്കി അടിച്ചതിന് ശേഷം വേണം ഇതുപോലെ അടിച്ചെടുക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പീസിൽ പടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതുപോലെ 1/2 ഇഞ്ച് മടക്കിയതിന് ശേഷം 1 ഇഞ്ച് മടക്കി കൊടുക്കുക. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് മടക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒന്നായിട്ട് മടക്കുമ്പം പൊളഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 പ്രാവശ്യമായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 1/2 ഇഞ്ച് വീതം മടക്കിയതിന് ശേഷം 1 ഇഞ്ച് മടക്കി കൊടുക്കുക. ഇനി നമുക്ക് ബാക്ക് പീസിൻ്റെ യോക്ക് പോർഷൻ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ താഴെ ഒരു പീസ് എടുത്ത് കൊടുത്ത് ഫ്രിൽസ് ഇട്ട് കൊടുക്കുക. അപ്പോഴും സൈഡ് ഫ്രീ ആയിട്ട് ഇടുന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ടിപ്പുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ അടിയിലേക്ക് 2 പീസ് ജോയിൻ ചെയ്ത് ഫ്രിൽസ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ അടിയിലേക്ക് ലൈനിങ് ഇട്ട് ഫ്രിൽസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ പടി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് പടിയൊക്കെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ നല്ല ഫിനിഷിങ്ങിലിരിക്കും കേട്ടോ. ഇനി നമുക്കിതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബട്ടൺസ് സെപ്പറേറ്റ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നെക്കിൻ്റെ പോർഷൻ മാത്രം ഫ്രീ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ബാക്കി വെച്ചടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്കിതിന് വേണ്ടുന്ന നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഇതിന് നമുക്ക് സൈഡിൽ നിന്ന് നമ്മളെടുത്ത ഷോൾഡർ എത്രയാണോ അത്രയും അടയാളപ്പെടുത്തി കൊടുക്കുക. 7.25 ഇഞ്ചാണ് എടുത്തത്. അപ്പോൾ അവിടെ ആ ഭാഗത്തു നിന്നും നമ്മൾ ആദ്യം എടുത്ത 2.5 ഇഞ്ച് കഴുത്തകലം എടുക്കുക. നമുക്ക് ഈ പടി കയറ്റി വെക്കുമ്പോൾ കയറ്റിറക്കം വരും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ സൈഡിൽ നിന്ന് നമ്മുടെ ഷോൾഡർ എടുത്തിട്ട് അവിടെ നമ്മൾക്ക് കഴുത്ത് അടയാളപ്പെടുത്തി കൊടുക്കാവുന്നതാണ്. അപ്പോൾ 4 ഇഞ്ച് ഇറക്കവും 2.5 ഇഞ്ച് അകലത്തിൽ ഞാൻ നെക്ക് ഇതുപോലെ കോർണാട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പടി ജോയിൻ ചെയ്ത് വെച്ച് കൊടുക്കണം. അപ്പം മുകൾ ഭാഗത്തു നിന്ന് ഒരു 7 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ബാക്കി ഭാഗം ഇതുപോലെ പടി ജോയിൻ ചെയ്തെടുക്കുക. താഴെ വരുമ്പോൾ ഇതുപോലെ ചെറിയൊരു ഓപ്പണിങ് ഇട്ട് വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ പടി അടിച്ചെടുത്തിട്ടുണ്ട്. താഴെ ഒരു ചെറിയ ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസിലും അതുപോലെ തന്നെ ഫ്ലെയർ എല്ലാം ഫ്രിൽസ് എല്ലാം ഇട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ലൈനിങ്ങും പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് ലോക്കൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ലോക്കിങ് ചെയ്യേണ്ട മെറ്റീരിയലാണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം. ഇപ്പോൾ ഫ്രണ്ടിലെ പടി ഉൾഭാഗത്താണ് അടിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ആ മടക്ക് വരുന്ന ആ തയ്യലിൻ്റെ മുകളിൽ കൂടെ തന്നെ വെച്ചിട്ടാണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ ബട്ടൺസ് വെക്കുമ്പോൾ നമ്മൾ ബട്ടൺസ് പൂട്ടി നമ്മൾ ചെയ്യുന്ന അതേ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ പടി അടിച്ചിരിക്കുന്നത്. ഇനി ഷോൾഡർ ഞാൻ ചെരിച്ച് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചെരിച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അങ്ങനെ ഷോൾഡറും ജോയിൻ ചെയ്തെടുക്കുക. അതിനുശേഷം സ്ലീവ് എടുത്തിട്ട് അതിൻ്റെ അടിഭാഗം മടക്കി അടിച്ചു കൊടുക്കുക. അപ്പോൾ 1/2 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് ഞാൻ ഇടുന്നത്. ഒരു 9 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് സ്ലീവിൻ്റെ അടിയിൽ ഇതുപോലെ പിടിപ്പിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇലാസ്റ്റിക്ക് കയറ്റിയിട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് സ്ലീവ് രണ്ടും അതേ രീതിയിൽ തന്നെ ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കോളറിൻ്റെ അളവൊന്ന് അളന്ന് നോക്കണം. അപ്പോൾ സെൻറ്റർ പോർഷൻ ഒപ്പം ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ കോളറിന് നമുക്ക് അളവെടുക്കണം. ആ സമയത്ത് ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുത്തിൽ എന്തെങ്കിലും കയറ്റിറക്കം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കതിൻ്റെ സെൻറ്റർ പോർഷൻ കട്ടിട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ മടക്കി പിടിച്ചതിന് ശേഷം അറ്റത്തുനിന്ന് തൊട്ട് നമുക്കിതുപോലെ അളവെടുത്ത് കൊടുക്കാവുന്നതാണ്. നമുക്കപ്പോൾ ഇവിടെ ഒരു 8.5 ഇഞ്ചാണ് നമുക്ക് അളവ് കിട്ടിയത്. അപ്പോൾ നമുക്കൊരു പേപ്പർ ക്യാൻവാസ് എടുത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എത്രയാണോ ഷോൾഡർ എടുത്തത് അതിൽ നിന്ന് 1 ഇഞ്ചൊക്കെ കുറച്ച് ഒന്ന് മാർക്ക് ചെയ്യുക. അതുപോലെ നെക്ക് ലെങ്ത് എത്രയാണോ എടുത്തത് അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് എടുക്കുക. അപ്പോൾ 4 ഇഞ്ചാണ് നെക്ക് ലെങ്ത് എടുത്തത്. അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ച് 3 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഒരു 6.5 ഇഞ്ച് ഷോൾഡറിൻ്റെ വിഡ്ത്ത് പോലെ ഞാൻ മാർക്ക് ചെയ്തെടുത്ത് ഒരു ബോക്സ് വരച്ചു കൊടുത്ത് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ മെത്തേഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കോളർ കിട്ടും കേട്ടോ. അതിനുശേഷം ഇതുപോലെ ഒന്ന് അളന്ന് നോക്കുക. അപ്പം നമുക്ക് എത്രയാണോ വേണ്ടതെന്നുള്ള അളവ് വെച്ചിട്ട് നമുക്ക് സെൻറ്റർ പോർഷനിൽ നിന്ന് അളന്ന് കൊടുത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് എടുക്കാം. അപ്പോൾ ഒരു 1/2 ഇഞ്ചോ 1 ഇഞ്ചൊക്കെ കൂടുതൽ വന്നാലും ഇതുപോലെ സെൻറ്ററിൽ നിന്ന് മാർക്ക് ചെയ്തെടുത്ത് നമുക്ക് അളവിനാക്കി എടുക്കാം. അതിനുശേഷം 1 ഇഞ്ച് വീതം ഉള്ളിലേക്ക് അടയാളപ്പെടുത്തി കൊടുത്ത് ലൈൻ കംപ്ലീറ്റ് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കോളറിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി കണ്ടു നോക്കുക. വീഡിയോ ലെങ്തി ആയി പോകാതിരിക്കാനാണ് ഞാൻ കുറച്ച് സ്പീഡാക്കിയത്. പക്ഷേ നിങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ.
അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത പീസ് നമുക്ക് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം. നമുക്ക് യോക്ക് പോർഷൻ വെട്ടിയതിൻ്റെ സൈഡിൽ നിന്ന് വന്ന പീസാണ് ഈ കോളറിന് വേണ്ടി എടുത്തത്, അല്ലാതെ വേറെ പീസ് നമുക്ക് വേസ്റ്റായിട്ട് വന്നിട്ടില്ല. അപ്പോൾ അതുപോലെ അയൺ ചെയ്തെടുത്തിട്ട് അതുപോലെ തന്നെ ഒരു പീസ് അതിനടിയിലേക്ക് വരാൻ പാകത്തിന് വെച്ച് കൊടുത്ത് അതിൻ്റെ എഡ്ജിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് പീസും നല്ല വശവും ചേർത്ത് വെക്കുക. ഈ ക്യാൻവാസ് ചള്ളുവശത്ത് വേണം കേട്ടോ തേച്ചെടുക്കാൻ. എന്നിട്ട് നമുക്ക് ആ ക്യാൻവാസിൻ്റെ എഡ്ജിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മുടെ നെക്കിലേക്ക് വെക്കുന്ന പോർഷൻ്റെ അവിടെ വരെ തയ്ച്ചാൽ മതി. അതിനുശേഷം തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ നെക്കിൻ്റെ പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഉൾഭാഗമാണ് അത് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് റൗണ്ട് വരുന്ന ഭാഗം എല്ലാം കട്ടിട്ട് കൊടുക്കണം. പിന്നെ അതിൻ്റെ ഔട്ടർ ഭാഗം, ആ ഭാഗമാണ് നമ്മൾ നെക്കിലേക്ക് വെച്ച് കൊടുക്കുന്നത്. ആ ഭാഗവും നമുക്ക് വേണ്ടുന്ന തയ്യൽ തുമ്പ് മാത്രം ഇട്ട് കൊടുത്തുകൊണ്ട് ബാക്കി പോർഷനെല്ലാം കട്ട് ചെയ്ത് എടുക്കണം. ഇനി നമുക്ക് ബാക്കി നമ്മുടെ മറിച്ചെടുത്തതിന് ശേഷം ആ ക്യാൻവാസിലേക്ക് മടക്കി അടിച്ചതിന് ശേഷം നമ്മുടെ തയ്യൽ തുമ്പ് വരുന്നത് നോക്കി നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കർവെല്ലാം വെട്ടിയിട്ട് കൊടുത്തതിന് ശേഷം മറിച്ചിട്ട് കൊടുത്ത് ഇതുപോലെ പതിച്ച് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ എഡ്ജ് എല്ലാം കറക്റ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ ഈ സൈഡും ഉൾഭാഗവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. അതിന് ശേഷം വിടർത്തി വെച്ചിട്ട് നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാവുന്നതാണ്. ഇനി നമുക്ക് ഇത് ക്യാൻവാസിൻ്റെ പോർഷൻ ഉണ്ടല്ലോ, അവിടേക്ക് ക്യാൻവാസിലേക്ക് ഈ ഭാഗം നമ്മുടെ തുണിയുടെ അറേഞ്ച് എക്സ്ട്രാ തയ്യൽ തുമ്പ് ഇട്ടത് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ബാക്കി നമ്മളിങ്ങനെ വിടർത്തി വെച്ച് കഴിയുമ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് കഴിഞ്ഞ് എക്സ്ട്രാ തുണി ഉണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കണം. അതിനുശേഷം അത് മടക്കി കൊടുത്ത് സെൻറ്റർ ഒന്ന് കട്ടിട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമുക്ക് നെക്കിൻ്റെ സെൻറ്റർ പോർഷനിൽ വെച്ച് കൊടുത്ത് രണ്ട് സൈഡിലേക്കും സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. നമ്മൾ അളന്നെടുത്തതായിട്ട് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഡ്രസ്സിൻ്റെ ചള്ളു ഭാഗത്ത് ഈ നമ്മുടെ കോളറിൻ്റെ നല്ല ഭാഗം വെച്ച് കൊടുക്കുക. ക്യാൻവാസ് ചെയ്ത് എടുത്ത് നമ്മൾ അരികു മടക്കി എടുത്ത് കൊടുത്ത പീസ് അല്ലാണ്ട് ക്യാൻവാസ് ഇല്ലാത്ത പീസാണ് വെച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം ക്യാൻവാസിൻ്റെ അരികെ നമ്മൾ മടക്കി അടിച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി, അത് രണ്ട് സൈഡിലേക്കും തയ്ച്ചതിന് ശേഷം ഇതുപോലെ മറിച്ചിട്ട് കൊടുത്ത് നല്ല ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ക്യാൻവാസ് നമ്മൾ അയൺ ചെയ്തെടുത്ത പീസിൻ്റെ അരികിലുള്ള തുണി നമ്മൾ ഓൾറെഡി മടക്കി അടിച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെയാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. കറക്റ്റ് അളവിൽ തന്നെ നമുക്ക് കോളർ കിട്ടിയിട്ടുണ്ട്. ഇനി സ്ലീവ് എടുത്ത് വെച്ച് നമുക്ക് സെൻറ്റർ പോർഷനിൽ ഫ്രിൽസ് ഇട്ട് കൊടുത്ത് രണ്ട് സ്ലീവും പിടിപ്പിച്ചെടുക്കുക. അപ്പോൾ സെൻറ്ററിൽ നിന്ന് ഫ്രില്ലിട്ട് കൊടുത്ത് നമുക്ക് എത്രയാണോ കിട്ടുന്നതെന്ന് അനുസരിച്ച് സൈഡിലേക്ക് തയ്ക്കാവുന്നതാണ്. അപ്പോൾ രണ്ട് കൈയും ഇതുപോലെ സെൻറ്ററിൽ നിന്ന് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ സെൻറ്റർ പോർഷനിൽ രണ്ട് സൈഡിലേക്കും കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. അങ്ങനെ സ്ലീവ് എല്ലാം ജോയിൻ ചെയ്തെടുത്ത് നമുക്ക് രണ്ട് സൈഡും ജോയിൻ ചെയ്തെടുക്കാം. ആ സമയത്ത് ഇതുപോലെ ലൈനിങ്ങും നല്ല പീസും രണ്ടായിട്ട് തന്നെ അടിച്ചെടുക്കണം. നമുക്ക് യോക്കിൻ്റെ തൊട്ട് താഴെ വെച്ച ലൈനിങ്ങും നല്ല പീസും രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്ത് പിന്നെ അടിഭാഗം മടക്കി അടിച്ച് കൊടുക്കാം. അതുപോലെ നമുക്ക് പടിയിൽ ഇതുപോലെ രണ്ട് ഷോ ബട്ടണൊക്കെ വെച്ച് കൊടുത്ത് അടിപൊളിയാക്കി എടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യൽ ജസ്റ്റ് അടിസ്ഥാനങ്ങളൊക്കെ അറിയാവുന്നവർക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ മോഡലാണ്. ഈ രീതിയിൽ നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. അതിനുശേഷം ഒന്ന് കമൻറ്റ് ചെയ്യുക. വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ ഷെയർ ചെയ്യുന്ന കാര്യവും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും മറന്നു പോകരുത്. ഇനിയും നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.